അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ റമദാനിലെ മൂന്നാമത്തെ ദിവസം മൂന്നാമത്തെ വിഷയം ക്ലാസ് അവതരിപ്പിക്കുകയാണ്. അഊദു കാവലേകുന്ന വചനം എന്നതാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നന്മയിൽ നിന്ന് നമ്മളെ വഴിതെറ്റിക്കാൻ വേണ്ടി നമ്മളെ വിടാതെ പിന്തുടരുന്നൊരു ശത്രുവുണ്ട്. അതാരാണ്? ശൈത്വാനാണ്. ഇന്ന ശൈത്വാന ലക്കും അദുവ്വൻ ഫത്തഖിദൂഹു അദുവ്വ. തീർച്ചയായിട്ടും ശൈത്താൻ നിങ്ങളുടെ ശത്രുവാണ്. ആ ശൈത്വാനിനെ നിങ്ങൾ ശത്രുവായി കാണണം. എന്നിട്ട് ആ ശൈത്വാൻ ഒരുപാട് കുതന്ത്രങ്ങൾ ഉപയോഗിക്കും, ഒരുപാട് തന്ത്രങ്ങൾ ഉപയോഗിക്കും. ആദ്യത്തെ ചിന്തയിൽ വലിയ ഭംഗിയുണ്ടെന്ന് നമുക്ക് തോന്നും. പക്ഷേ ഒരുപക്ഷെ അതിൽ ശൈത്വാനിൻ്റെ എന്തെങ്കിലും കുതന്ത്രങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ടാവും. നമ്മളെ വഴിതെറ്റിക്കാൻ വേണ്ടി എല്ലാ തന്ത്രങ്ങളും പിശാച് ഉപയോഗിക്കും. ആ പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്നും പിശാചിൻ്റെ ദുസ്വാധീനങ്ങളിൽ നിന്നും അള്ളാഹുവിനോട് കാവല് തേടുക എന്നുള്ളത് നമ്മൾ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായ ഒന്നാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് ഞാൻ അഭയം തേടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ വെച്ച് രണ്ടുപേര് തമ്മിൽ ദേഷ്യപ്പെട്ടവരായി, രണ്ടുപേര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കമായി. അതിനിടയിൽ ഒരാൾക്ക് ദേഷ്യം വന്ന് അയാളുടെ മുഖം ഇങ്ങനെ ചുവന്നു തുടുത്തു. ഉടനടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എനിക്കൊരു വചനം അറിയാം. ആ വചനം, ആ വാക്ക് ചൊല്ലുകയാണെങ്കിൽ, ഓതുകയാണെങ്കിൽ ഇയാളുടെ കോപം ഇയാളെ വിട്ടുപോകുന്നതാണ്. അപ്പം കോപം വിട്ടുപോവാൻ, കോപം എന്നുള്ളത് ശൈത്വാനിൻ്റെ ഇടപെടലുകൾ കൊണ്ട് ഉണ്ടാകുന്ന ഒന്ന്. ആ കോപം വിട്ടുപോവാൻ, അല്ലെങ്കിൽ ആ പൈശാചികമായ ഉപദ്രവം നീങ്ങാൻ എനിക്കൊരു വചനം അറിയാം. ആ വചനമാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ ശൈത്വാനിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് അഭയം തേടാനുള്ള പ്രാർത്ഥനയാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഈ ഔദുവിൻ്റെ വചനം, അല്ലെങ്കിൽ ഈ തഅവ്വുദിൻ്റെ വചനം പല രീതിയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അഊദു ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. ഇത് മറ്റൊരു വചനമാണ്, വലിയ കാവല് തേടുന്ന വചനം. അഊദു ബികലിമാത്തില്ലാഹി താമ്മത്തി, പരിപൂർണമായ അല്ലാഹുവിൻ്റെ വചനങ്ങളെ കൊണ്ട് ഞാൻ അഭയം തേടുന്നു. മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ, ദോഷകരമായ ദോഷജീവികളിൽ നിന്നും, എല്ലാ പിശാചുക്കളിൽ നിന്നും. വമിൻ കുല്ലി ഐനിൻ ലാമ്മ, അസൂയാലുക്കളുടെ കണ്ണേറുകളിൽ നിന്നും. അസൂയയുള്ള കണ്ണേർ, ആ കണ്ണേറിൽ നിന്നും അള്ളാഹുവിനോട് ഞാൻ അഭയം തേടുന്നു. ഇതൊരു നമ്മൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഒരു തഅവ്വുദിൻ്റെ, അഭയം തേടുന്നതിൻ്റെ വചനമാണ്. അസൂയയും കണ്ണേറും മറ്റുള്ളവരുടെ ഉപദ്രവങ്ങളും ശൈത്വാനിൻ്റെ ഷർറുകളും എല്ലാറ്റിൽ നിന്നും അള്ളാഹുവിനോട്, അള്ളാഹുവിൻ്റെ പരിപൂർണമായ വചനങ്ങളെ കൊണ്ട് കാവല് തേടുന്ന ദിക്റാണ്, പ്രാർത്ഥനയാണിത്. രാവിലെ ഉറക്കിൽ നിന്ന് ഉണരുമ്പോൾ പോലും അള്ളാഹുവിനോട് കാവല് തേടണം. അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ഗളബിഹി വശർരി ഇബാദിഹി വമിൻ ഹമസാത്തിശ് ശയാത്വീനി വഅൻ യഹ്ളുറൂൻ. രാവിലെ ഉറക്കിൽ നിന്ന് ഉണരുമ്പോൾ ചൊല്ലേണ്ട, അഭയം തേടുന്ന പ്രാർത്ഥനയാണിത്. അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി, പരിപൂർണമായ അള്ളാഹുവിൻ്റെ വചനങ്ങളെ കൊണ്ട് ഞാൻ അഭയം തേടുന്നു. മിൻ ഗളബിഹി, അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്ന്. വശർരി ഇബാദിഹി, അള്ളാഹുവിൻ്റെ അടിമകളുടെ ഷർറിൽ നിന്ന്. അള്ളാഹുവിൻ്റെ അടിമകൾ ആരാ? മനുഷ്യന്മാർ, നമ്മളെ കൂടെ കഴിയുന്ന മനുഷ്യന്മാരല്ലേ അവര്. അതുപോലെ തന്നെ ജിന്നുകൾ അള്ളാഹുവിൻ്റെ അടിമകളായ എന്തൊക്കെയുണ്ടോ എല്ലാറ്റിൻ്റെയും ഷർറിൽ നിന്ന്. വമിൻ ഹമസാത്തിശ് ശയാത്വീനി, ശൈത്വാന്മാരുടെ പിടിയിൽ നിന്ന്. വഅൻ യഹ്ളുറൂൻ, ആ ശൈത്വാന്മാർ എന്നിലേക്ക് ഹാളിറാവുന്നതിൽ നിന്ന്, ശൈത്താന്മാർ എന്നെ സമീപിക്കുന്നതിൽ നിന്ന് അള്ളാഹുവിനോട് ഞാൻ അഭയം തേടുന്നു. എത്ര മനോഹരമായ, അർത്ഥവത്തായ, സാരസമ്പൂർണമായ പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന നമ്മൾ പഠിക്കണം. എല്ലാ ദിവസവും രാവിലെ ഉറക്കിൽ നിന്നുണരുന്ന നേരത്ത് ഇത് ചൊല്ലാൻ വേണ്ടി ശ്രമിക്കണം. കാരണം എന്താണെന്നറിയോ? ശൈത്വാൻ ഓരോ സെക്കൻഡിലും നമ്മളെ വഴിതെറ്റിക്കാനും, നമ്മളെ ഉപദ്രവിക്കാനും, നമ്മളെ എടങ്ങേറാക്കാനും
പ്രത്യേകിച്ച് നല്ലത് ചെയ്യണമെന്ന ആഗ്രഹം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ ആ ആഗ്രഹത്തെ മുളയിലേ നുള്ളിക്കളയാൻ പോലും പിശാച് കിണഞ്ഞ് പിണഞ്ഞ് പരിശ്രമിക്കുമ്പോൾ ആ പൈശാചികമായ സകല ശർറുകളിൽ നിന്നും അള്ളാഹുവിനോട് നിരന്തരം അഭയം തേടുക എന്നുള്ളത് ഒരു വിശ്വാസി കാണിക്കേണ്ട അല്ലെങ്കിൽ ഒരു വിശ്വാസി ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ രാവിലെ ഉറക്കിൽ നിന്നുണരുന്ന നേരത്തു പോലും അള്ളാഹുവിനോട് അഭയം തേടുന്ന ഈ പ്രാർത്ഥന നമ്മൾ നഷ്ടപ്പെടുത്തരുത്, മറന്നുപോകരുത്. ഇന്നമായ ഉമുറുക്കും ബിസ്സൂഇ വൽ ഫഹ്ശാ, തീർച്ചയായിട്ടും ശൈത്വാൻ എന്നുള്ളത് നമ്മളോട് നിരന്തരം മോശമായ കാര്യങ്ങൾ, ചീത്തയായ കാര്യങ്ങൾ, നമ്മെ നരകത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന, ദുനിയാവിലും ആഖിറത്തിലും നമ്മളെ നാണക്കേടിലാക്കുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നിരന്തരം നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും, കൽപ്പിച്ചുകൊണ്ടേയിരിക്കും ശൈത്വാൻ. ശൈത്വാനിന്റെ സ്വാധീനം നമ്മളിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പറഞ്ഞിട്ടുണ്ട്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. കുറെ കഴിഞ്ഞ് നബി തങ്ങൾ തിരിച്ചു വന്നു. അപ്പോൾ ആയിഷ ബീബി ഇങ്ങനെ ദേഷ്യത്തോടെ നിൽക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നിനക്ക് ശൈത്വാൻ ബാധിച്ചുവോ? നിന്നെ ശൈത്വാൻ സമീപിച്ചോ? അപ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്നിൽ ശൈത്വാൻ ഉണ്ടാകുമോ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതേ ഉണ്ടാവും. ആയിഷ ബീബി ചോദിച്ചു, എല്ലാ മനുഷ്യന്മാരുടെ ശരീരത്തിലും ശൈത്വാൻ ഉണ്ടാവും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എല്ലാ മനുഷ്യന്മാരുടെ ശരീരത്തിലും ശൈത്വാൻ ഉണ്ടാവും. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ വീണ്ടും ചോദിച്ചു, നബിയെ നിങ്ങളുടെ ശരീരത്തിലും ശൈത്വാൻ ഉണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താണെന്നറിയോ? നഅം, അതേ ഉണ്ട്. പക്ഷേ വലാകിൻ റബ്ബി അആനനി അലൈഹി ഹത്താ അസ്ലമ, അല്ലാഹു തആല എന്നെ സഹായിച്ചിട്ടുണ്ട്. എൻ്റെ ശരീരത്തിലുള്ള ശൈത്വാൻ അവൻ മുസ്ലിമായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം കണ്ട് ആ ശരീരത്തിലുള്ള ശൈത്വാൻ മുസ്ലിമായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഏതൊരു മനുഷ്യന്റെ ശരീരത്തിലും പൈശാചികമായ സ്വാധീനം അല്ലെങ്കിൽ പിശാച് അല്ലെങ്കിൽ ജിന്ന് ഇടപെടുന്നുണ്ട്. അവനെ വഴിതെറ്റിക്കാൻ വേണ്ടി പിശാച് പരിശ്രമിക്കുന്നുണ്ട്. മനുഷ്യന്മാരുടെ ശരീരത്തിലുള്ള ശൈത്വാൻ മോശമായ കാര്യങ്ങളിലേക്ക് അവനെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അത് ഓരോ മനുഷ്യനും തിരിച്ചറിയണം. അങ്ങനെ ഒരു പ്രേരണ വരുമ്പോൾ, അങ്ങനെ ഒരു ചിന്ത വരുമ്പോൾ, തെറ്റായ കാര്യങ്ങളിലേക്ക് ആലോചനയും തോന്നലും വരുമ്പോൾ അള്ളാഹുവിനോട് അഭയം തേടാൻ മറന്നുപോകരുത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം തുടങ്ങിയ തഅവ്വുദിന്റെ വചനങ്ങൾ സന്ദർഭോചിതമായി നിരന്തരമായി ചൊല്ലാൻ, അഭയം തേടാൻ സാധ്യമാവണം. നമ്മളെ ശൈത്വാൻ ഇങ്ങനെ സമീപിക്കും, എന്നിട്ട് പറയും, നമ്മളെ വിശ്വാസം നഷ്ടപ്പെടുത്താനുള്ള ചില വർത്തമാനങ്ങൾ പറയും. ഇതാരാ സൃഷ്ടിച്ചത്? അള്ളാഹു. അതാരാ സൃഷ്ടിച്ചത്? അള്ളാഹു. അതിനെ ആരാ സൃഷ്ടിച്ചത്? അള്ളാഹു. അപ്പോൾ അള്ളാഹുവിനെ ആരാ സൃഷ്ടിച്ചത് എന്ന ചോദ്യത്തിലേക്ക് വരും. അഥവാ വിശ്വാസത്തിൽ നിന്ന് നമ്മെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ചില ചോദ്യങ്ങൾ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആ നേരത്ത് ഫൽയസ്തഇദ് ബില്ലാഹ്, അള്ളാഹുവിനോട് അവൻ അഭയം തേടട്ടെ എന്ന്. ശൈത്വാനിന്റെ കുതന്ത്രങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് അഭയം തേടട്ടെ എന്ന്. ഇനി അള്ളാഹു സൃഷ്ടിച്ച എന്തൊക്കെ വസ്തുക്കളുണ്ടോ അതിൽ നിന്നൊക്കെ അള്ളാഹുവിനോട് അഭയം തേടണം, അതിന്റെ ശർറിൽ നിന്ന്. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്, അള്ളാഹു സൃഷ്ടിച്ച ഏതൊന്നുണ്ടോ അതിൻ്റെ എല്ലാം ശർറിൽ നിന്ന് പരിപൂർണമായ അള്ളാഹുവിൻ്റെ വചനങ്ങളെ കൊണ്ട് അള്ളാഹുവിനോട് ഞാൻ അഭയം തേടുന്നു എന്നർത്ഥം വരുന്ന ഈ പ്രാർത്ഥന എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും 3 തവണ വീതം നാം ചൊല്ലണം. അത് അഭയം തേടുന്ന പ്രാർത്ഥനയാണ്. ഒഴിവാവരുത്, നഷ്ടപ്പെട്ടു പോകരുത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.